അഞ്ചൽ വക്കം മുക്കിൽ നിർധന കുടുംബത്തിന് നേരെ ബിജെപി പ്രവർത്തകരുടെ അസഭ്യവർഷവും കരിയോയിൽ പ്രയോഗവും. വീടിന്റെ ചുവരുകളിൽ പരസ്യം പതിക്കരുതെന്ന് എഴുതിയതിനെ തുടർന്നാണ് വീട്ടമ്മയെയും കുട്ടികളെയും ബിജെപി പ്രവർത്തകർ അസഭ്യം പറയുകയും ചുമരുകളിൽ കരിയോയിലൊഴിക്കുകയും ചെയ്തത്. ബിജെപി വിമോചനയാത്രയുടെ ഭാഗമായുള്ള ചുമരെഴുത്താണ് വക്കം മുക്കിലെ മഞ്ജുവിനെ ദുരിതത്തിലാക്കിയത്. ബിജെപി നേതാക്കളായ മധുവും രാജേന്ദ്രനുമാണ് അജിതാ ഭവനിൽ മഞ്ജുവിനെ അസഭ്യം പറഞ്ഞത്. സംഭവത്തെക്കുറിച്ച് മഞ്ജു പറയുന്നത് ഇങ്ങനെ: വീടല്ലയോ, അതുകൊണ്ട് ഇത് അങ്ങനെ വേണ്ട, ഒരു പാർട്ടിക്കാർ ഒട്ടിക്കണം പറഞ്ഞപ്പം അത് ആദ്യം എന്നെ അടുത്ത് പറഞ്ഞ് പിന്നെ നീ ഉണ്ടോ കേസ് കൊടുന്ന് പറഞ്ഞു. പിന്നെ ഞാനിത് വിഷയമാക്കേണ്ടത് പറഞ്ഞ് അന്നത്തെ കളഞ്ഞ് രണ്ടാമത് ഒരു ദിവസം രണ്ടാഴ്ച ആയതേ ഉള്ളൂ. ഇതിനൊക്കെ ഞാൻ വന്ന് ഇവിടെ രാത്രി ഇവിടെ എല്ലാം ചുരണ്ടിയപ്പോൾ ഞാൻ ചെന്തെന്ന് വെച്ചപ്പോൾ പിന്നെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ അണ്ണൻ പറഞ്ഞ് ഒന്നുമില്ല മോളെ ഇവിടെ വൃത്തിയാക്കുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞെങ്കിൽ ശരി വൃത്തിയാക്കിയോ, അവിടെ ഒന്നും എഴുതല്ലേ അണ്ണാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോയി. സ്വന്തം വീടിന്റെ ചുമരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ എഴുത്തുകുത്തുകൾ പാടില്ലെന്ന് ആഗ്രഹിച്ച വീട്ടമ്മ പരസ്യം പതിക്കരുതെന്ന് എഴുതിവെച്ചതിനെ തുടർന്ന് ബിജെപി പ്രവർത്തകർ രാത്രി വീട്ടിലേക്ക് കരിയോയിൽ ഒഴിക്കുകയായിരുന്നു. ഞങ്ങൾ ഒട്ടിക്കും, ഇതെന്ത് കേസിലും ഒട്ടിക്കും. ഞാൻ പറഞ്ഞു അണ്ണാ ഒട്ടിക്കത്തില്ല, അണ്ണാ ഭീഷണിപ്പെടുത്തിയത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ വീട് ഞങ്ങൾ അങ്ങ് ഇടിപ്പിക്കും. ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് പോയതിന് ശേഷം ഇപ്പം ഇന്നലെ ചെയ്ത രാത്രിയിലത്തെ വേല ഇത്രയും. എന്നുവെച്ചാൽ ഞാനും എൻ്റെ കൊച്ചുങ്ങളും ഒരു തള്ളയും മാത്രമേ ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഇന്ന് ഇവർ ഇത്രയും ചെയ്തെങ്കിൽ നാളെ അന്നേരം എന്തുമായിരിക്കും? ഞാൻ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ചാൽ ഇവർ ഇത് കാണിക്കുന്നത്. ഇവർ ഈ വേറെ ആരുടെ വീട്ടിൽ ഇത് കാണിക്കുന്നില്ലല്ലേ. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മഞ്ജു അഞ്ചൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയുടെ ലോക്കൽ നേതാക്കളെ പിടികൂടി താക്കീത് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. വക്കം മുക്കിൽ സാധാരണക്കാർക്കെതിരെ ബിജെപി പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്നത് പോലീസ് നോക്കി നിൽക്കുകയാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.